പിന്നെ ഞാനൊരു കോട്ട് സെറ്റ് ഇട്ടിട്ടാണ് കേട്ടോ ഷോപ്പിൽ വന്നത്. അപ്പോൾ നല്ല രസം കാണാനായിട്ട്. അപ്പോൾ ഞാനിതിൻ്റെ മെറ്റീരിയൽ ആക്ച്വലി കുറച്ചുള്ളൂ, ഞാൻ വേറൊരു പ്രൊഡക്റ്റ് കാണിക്കാനാണ് വന്നത്. പക്ഷേ ഈ ഒരു മെറ്റീരിയൽ കണ്ടോ നല്ല ഭംഗിയുണ്ട്. സോ ഈ ഒരു ടൈപ്പിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്ന കോട്ട് സെറ്റ് സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്ന വേറൊരു മെറ്റീരിയൽ നമുക്ക് റീസ്റ്റോക്ക് വന്നിട്ടുണ്ട്. അത് കാണിക്കാനാണ് വന്നത്. അപ്പോൾ ഇതും കൂടി നിങ്ങളെ കാണിച്ചേക്കാമെന്ന് വിചാരിച്ചിട്ട്. ഇത് കണ്ടോ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു കോട്ടൺ ഫാബ്രിക് ആണ്. അതിലേക്ക് ഇതായി ഒരു പ്രിൻറ്റ് ചെയ്ത്, ഇത് ആക്ച്വലി ഇത്രേ ഉള്ളൂ കേട്ടോ. ഇത് കണ്ടോ, ഞാനിത് സ്റ്റിച്ച് ചെയ്തപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ചോദിക്കുമല്ലോ, അപ്പോൾ അതുകൊണ്ട് ഞാൻ ജസ്റ്റ് അതും കൂടി അവൈലബിൾ ആക്കിയെന്നുള്ളൂ. കുറച്ച് ഫാബ്രിക് ഉള്ളൂ കേട്ടോ, വളരെ കുറച്ചുള്ളൂ. 2-3 പേർക്കൊക്കെ സ്റ്റിച്ച് ചെയ്യാനുള്ള മെറ്റീരിയൽ ഉണ്ടാവുള്ളൂ. സോ ഫസ്റ്റ് തന്നെ ബുക്ക് ചെയ്യുന്നവർക്ക് കിട്ടും. ഞാൻ ഇങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത്. ഞാൻ ഈ പാറ്റേൺ കാണിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇനിയിപ്പോൾ ഞാൻ കാണിക്കാൻ പോകുന്ന മെറ്റീരിയൽ ആണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു പാറ്റേണിൽ സ്റ്റിച്ച് ചെയ്യണമെങ്കിൽ നല്ല രസമായിട്ട് തയ്ക്കാൻ പറ്റുന്ന ഒരു പാറ്റേൺ ആണ് കേട്ടോ. ഇത് ഭയങ്കര കംഫർട്ടബിൾ ആണ്. ഒരു സിമ്പിളായിട്ട് കോളർ നെക്കൊക്കെ വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. എ ലൈൻ കട്ടാണ് കൊടുത്തിരിക്കുന്നത്. പലാസോ ആണ് ബോട്ടം കൊടുത്തേക്കുന്നത്. ഒരു 18 ഇഞ്ചസ് ലെങ്ത്തിലാണ് സ്ലീവ്സും കൊടുത്തിരിക്കുന്നത്. ഭയങ്കര കംഫർട്ടബിൾ വെയറിംഗ് ആണ്. സോ നമുക്ക് റീസ്റ്റോക്ക് വന്നിരിക്കുന്ന മെറ്റീരിയലും കൂടി പെട്ടെന്ന് കാണാം. ഇപ്പോൾ റീസ്റ്റോക്ക് വന്നപ്പോൾ തന്നെ ഞാൻ പറയായിരുന്നു പെട്ടെന്ന് കാണിക്കാമെന്ന്, കാരണം കുറേ ആളുകൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഞാൻ ഇന്ന് വേറെ തിരിക്കുന്നത് ഒരു കോട്ട് സെറ്റ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്കൊരു ഐഡിയ കിട്ടുമല്ലോ കോട്ട് സെറ്റ് സ്റ്റിച്ച് ചെയ്ത് എങ്ങനെ ഉണ്ടാവുമെന്ന്. സോ ഇങ്ങനെ വരുന്നു. ഇത് ഞാൻ സ്റ്റിച്ച് ചെയ്യാൻ കൊടുത്തിട്ടുണ്ട്, കിട്ടിയിട്ടില്ല. ഇങ്ങനെ വരുന്നു. നല്ല രസമുള്ളൊരു മെറ്റീരിയലാണ്. 250 ആണ് പെർ മീറ്റർ റേറ്റ് വരുന്നത്. 56 ഇഞ്ചസിൻ്റെ മെറ്റീരിയലാണ്. അതുകൊണ്ട് തന്നെ നമുക്കൊരു 1.75 2 മീറ്റേഴ്സൊക്കെ ഉണ്ടെങ്കിൽ ഒരു ടോപ്പ് സ്റ്റിച്ച് ചെയ്യാം. ഫുൾ സെറ്റിന് വേണമെങ്കിൽ 3.75 ആണ് വേണ്ടുന്നത് കേട്ടോ. അതിങ്ങനെ വരുന്നത് ലെമൺ യെല്ലോ ആണ്. എല്ലാവർക്കും ഫെമിലിയർ ആണ്. നമ്മൾ റീസ്റ്റോക്ക് കൊണ്ടുവന്നിരിക്കുന്നതാണ്, പുതുതല്ല. ആൻഡ് ഞാൻ വേറെ തിരിക്കുന്നത് ഈ ഒരു മെറ്റീരിയൽ. സോ ഇതുപോലത്തെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്ന ഏതെങ്കിലുമൊക്കെ ഉണ്ടോ എന്ന് ഞാൻ നോക്കുമായിരുന്നു. ഈ ഒരു മെറ്റീരിയലും ഈ സെയിം മെറ്റീരിയൽ തന്നെയാണ് കേട്ടോ. ഞാൻ വേറെ തിരിക്കുന്നതിൻ്റെ സെയിം മെറ്റീരിയൽ തന്നെയാണ്, ഡിഫറെൻറ്റ് പ്രിൻറ്റിലാണ് വന്നിരിക്കുന്നത്. ഇതാണ് പ്രിൻറ്റ്. സോ ഇത് നമുക്ക് ഈ ഫാബ്രിക് ഇങ്ങനെ കാണുമ്പോൾ ഉണ്ടല്ലോ, ഇതിനൊന്നും ഭംഗി തോന്നില്ല. ഇത് സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോഴാണ്, ഞാൻ എല്ലാ വീഡിയോസിലും പറയാറുണ്ട്, ഞാൻ എടുക്കുന്ന ഓരോ മെറ്റീരിയൽസും സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ എങ്ങനെ ഉണ്ടാവും എന്നുള്ളത് നോക്കിയിട്ടാണ് ഞാൻ എല്ലാം എടുക്കുന്നത്. കാരണം അത്രയും ഹാൻഡ് പിക്ഡ് ആയിട്ടാണ് നമ്മളെല്ലാം എടുക്കുന്നത്. വലിച്ചു വാരി ഇങ്ങനെ ഒരിടത്ത് പോയിട്ട് എല്ലാം ഇങ്ങനെ, ഇതൊക്കെ നമ്മൾ പ്രിൻറ്റിങ് ചെയ്യിച്ചെടുത്താണ്. അതുകൊണ്ടാണ് നമുക്ക് വീണ്ടും വീണ്ടും റീസ്റ്റോക്ക് ചെയ്യിക്കാൻ പറ്റുന്നത്. ഞാൻ വേറെ തിരിക്കുന്നത് കിട്ടുമെന്ന് എനിക്ക് ഉറപ്പില്ല കേട്ടോ. നോക്കാം, കാരണം അവർ പ്രിൻറ്റിങ് കുറച്ച് നാളായിട്ട് അവർ പ്രിൻറ്റിങ് ചെയ്ത് തരുന്നില്ല. അതുകൊണ്ടാണ് നമുക്ക് കോട്ടൺ പ്രിൻറ്റ്സ് കൊണ്ടുവരാൻ പറ്റാത്തത്. പക്ഷെ എന്നാലും ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ മാക്സിമം നോക്കാം ഈ വേർതിരിക്കുന്ന പ്രിൻറ്റ് കൊണ്ടുവരാനായിട്ട്. ആൻഡ് ഈ ഒരു പ്രിൻറ്റും 250 പെർ മീറ്റർ ആണ്. ഇതൊക്കെ 44 ഇഞ്ചസ് വിഡ്ത്തിൻ്റെ ആണ് കേട്ടോ. ഞാൻ വേർതിരിക്കുന്നതും ഇതും 44 ഇഞ്ച് വിഡ്ത്തിൻ്റെ ആണ്. ഇതൊരു മൽക്കോട്ടനും കൂടെ മിക്സ് ആയിട്ട് വരുന്ന നല്ല കൂടിയ ടൈപ്പ് കോട്ടൺ ആണ് കേട്ടോ. അതുപോലെ തന്നെ ഈ കോട്ടൺ ഫാബ്രിക്കിൻ്റെ റേറ്റ് നിങ്ങൾ കൂടുതലാണെന്ന് കഴിഞ്ഞ പ്രാവശ്യത്തെ ഒരു വീഡിയോയിൽ ഒരു കമൻറ്റ് ഉണ്ടായിരുന്നു. ഇത് 56 ഇഞ്ചസ് വിഡ്ത്തിൻ്റെ ആണ്. ആൻഡ് ഫാബ്രിക് കൈ കിട്ടിയവർ ഒന്ന് പറയുക ഇത് പ്രൈസ് കൂടുതലാണെന്ന് കേട്ടോ. കാരണം ഈ ഒരു ഓരോ മെറ്റീരിയൽസിനും നമുക്ക് ഓരോ ക്വാളിറ്റി അനുസരിച്ചാണ് പ്രൈസ് ഇടാൻ പറ്റുള്ളൂ. പ്രൈസിങ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു എന്താ പറയുക, നമുക്ക് തോന്നുന്ന രീതിയിൽ ഒന്നിനും പ്രൈസ് ഇടാൻ പറ്റില്ല. ഒരു ഫാബ്രിക്കിൻ്റെ ക്വാളിറ്റി ഒക്കെ അനുസരിച്ചാണ് നമുക്ക് പ്രൈസ് ഇടാൻ പറ്റുള്ളൂ. അപ്പോൾ ഒരു മെറ്റീരിയൽ വെറുതെ വീഡിയോയിൽ കണ്ടിട്ട് നിങ്ങൾക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല അതിൻ്റെ മെറ്റീരിയലിൻ്റെ റേറ്റ് കൂടുതലാണ്. കാരണം കൈ കിട്ടിയവർക്ക് കൂടുതലാണെങ്കിൽ കൂടുതലാണെന്ന് പറയാം. ആൻഡ് ഇത് 56 ഇഞ്ചസ് വിഡ്ത്തിൻ്റെ ഫാബ്രിക്കാണ്. 44 ഇഞ്ചസ് വിഡ്ത്തിൻ്റെനും 56 ഇഞ്ചസ് വിഡ്ത്തിൻ്റെനും മീറ്റർ പ്രൈസ് തമ്മിൽ ഡിഫറൻസ് ഉണ്ടാവും കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് 250 ആണ് ഇതിൻ്റെ മീറ്റർ പ്രൈസ്. പർച്ചേസ് ചെയ്യണമെങ്കിൽ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യുക. നമ്പർ നമ്മൾ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്.